ഹായ് ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ സ്മൂത്തിയാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഈ മാംഗോ സ്മൂത്തി ഞാൻ എടുത്തിട്ടുള്ളത് ഇത് 2-3 വലിയ സൈസ് മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇപ്പം മാങ്ങയുടെ ഒരു സീസൺ തന്നെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മാംഗോ സ്മൂത്തി നമുക്ക് ഇതുപോലെ സ്മൂത്തി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. ഇത് ഞാൻ പാല് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയതാണ്. ഒരു കവർ പാലിൽ ഞാൻ ഏകദേശം കാൽ ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു റോബസ്റ്റ പഴം ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് കൂടാതെ ഐസ്ക്രീമും തേനും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സിയിലിട്ട് ഈ മാമ്പഴവും പഴുത്ത മാങ്ങയും പഴവും പാലും അതുപോലെ തേനും ഒരു 2-3 ടേബിൾ സ്പൂണോളം തേൻ നമുക്ക് ചേർക്കാം. പിന്നീട് ഐസ്ക്രീം എടുക്കുകയാണെങ്കിൽ 2 സ്കൂപ്പ്. ഞാനിപ്പോൾ ഇതിന് 2 സ്കൂപ്പ് ഐസ്ക്രീമാണ് എടുക്കുന്നത്. ഇത് ഇത്രയും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഞാനിപ്പം ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാങ്ങ, അതുപോലെ പാലിൻ്റെ ആ ഒരു കട്ട, ഒരു 2 ടേബിൾ സ്പൂണോളം തേൻ, 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്കൂപ്പ് നമുക്കനുസരിച്ച് എത്ര എന്നുള്ളതനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 2 സ്കൂപ്പ് ഐസ്ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ റോബസ്റ്റയുടെ പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം തന്നെ ഇപ്പം റോബസ്റ്റയുടെ പഴമാണെങ്കിലും പഴുത്ത മാങ്ങയാണെങ്കിലും ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം വേണം നമ്മളിത് ജ്യൂസ് അടിച്ച് എടുക്കാനുള്ളത്. കാര്യം ഓൾറെഡി ഇത് കൂളായിട്ട് നല്ല തിക്കായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇതിനകത്ത് നമ്മൾ വേറെ ഐസ് കട്ട അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല കൂളിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ഇതിനകത്ത് തണുപ്പുള്ളത് അല്ലാതെ ചേർക്കുന്നത് തേങ്ങാപ്പാൽ മാത്രമാണ്. ഇപ്പം തേങ്ങാപ്പാലല്ല, പാല് ഇതിൻ്റെ ഐസ് കട്ട മാത്രമാണ്. പിന്നീട് നിങ്ങൾക്ക് ഇതൊന്ന് ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ, 1-ാം പാല് ഒരു 1/2 ഗ്ലാസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. ഞാൻ ഇപ്പം ഐസ് കട്ട ആക്കിയെടുത്ത ഈ പാൽക്കട്ടയുടെ തന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനിപ്പോൾ കുറച്ച് പോർഷനിലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പാല് ബാലൻസ് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതാണ് ഓൾറെഡി ചേർക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം മാംഗോ സ്മൂത്തി നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അരച്ചെടുക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അരച്ചെടുക്കുക എന്നല്ല, ജ്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം. അത് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ കണ്ടിന്യൂ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഐസ്ക്രീം കൊണ്ട് തന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ മാംഗോ സ്മൂത്തി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മാംഗോ സ്മൂത്തി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴും മാമ്പഴ സീസണാണ്. അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ഇനി നമുക്ക് എവിടെന്നെങ്കിലും കിട്ടിയാലും ഇതുപോലെ പല രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുമ്പോൾ ഫ്രൂട്ട്സ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയാണെന്നുണ്ടെങ്കിലും റെഡിയാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം എടുക്കുക. അതുപോലെ തന്നെ പാല് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയ പാല് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ആകെ ആ ഒരു രീതിയിൽ മാത്രമേ നമുക്കിത് തണുപ്പ് കിട്ടുന്നുള്ളൂ. കാര്യം സ്മൂത്തി എന്ന് പറയുമ്പം നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വരുന്നത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.